ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് ചരിത്രത്തിന്റെ നിലവിളിയല്ല, അതിജീവനത്തിന്റെ ശംഖനാദമാണ്. സഖ്യപുത്രന്റെ ഗാംഭീര്യവും അറബിക്കടലിന്റെ ആഴവും ഇടചേർന്ന ഈ മണ്ണിൽ മാർത്തോമ നസ്രാണി എന്ന അഭിമാന ബോധം വേരുറച്ചിട്ട് 2 സഹസ്രാബ്ദങ്ങൾ പിന്നിടുന്നു. അടിച്ചമർത്താൻ നോക്കിയ അധിനിവേശ ശക്തികൾക്കും പതരയ്ക്കാൻ നോക്കിയ കാലപ്രവാഹങ്ങൾക്കും മുന്നിൽ കുനിയാത്ത ശിരസുമായി നാം പടുത്തുയർത്തിയത് വെറുമൊരു സമുദായത്തെ മാത്രമല്ല, മറിച്ച് ഒരു സാംസ്കാരിക തനിമയെ തന്നെയാണ്. സീറോ മലബാർ സഭ 2026 സമുദായ ശക്തീകരണ വർഷമായി ആചരിക്കുമ്പോൾ ഭാരത മണ്ണിൽ മാർത്തോമാ ശ്ലീഹ നട്ടുവളർത്തിയ നമ്മുടെ സഭ ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച വടവൃക്ഷമാണ്. തിരുവിതാംകൂറിന്റെ ഹൃദയഭൂമികയിൽ 5 വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരി എന്ന മഹാപുണ്യഭൂമിയിൽ ഇതിന്റെ ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് സഭയുടെ ചരിത്രരേഖകളിലെ തങ്കലിപികളിലാണ്. രാജകൽപ്പനകളെക്കാൾ വലിയ ദൈവവിശ്വാസം നെഞ്ചിലേറ്റിയ നസ്രാണി സിംഹങ്ങൾ പടുത്തുയർത്തിയ ഈ അതിരൂപത വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും അക്ഷയദീപമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. വേരുകൾ മറക്കാത്തവർക്ക് ആകാശത്തോളം വളരാനാകൂ. പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നവർക്ക് പുത്തൻ ചരിത്രം രചിക്കാനാവൂ. സമുദായ ശാക്തീകരണത്തിന്റെ ഈ വസന്തകാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ വിയർപ്പും പ്രാർത്ഥനയുടെ കണ്ണീരും വീണ മണ്ണിൽ നിന്നുകൊണ്ട് പുതിയൊരു കുതിപ്പിന് ഇന്ന് നാം തുടക്കം കുറിക്കുകയാണ്. ഇതാ വിസ്മൃതിയിലാഴ്ന്ന സഭാസ്മരണകളിലൂടെ വിശ്വപ്രസിദ്ധമായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും സീറോ മലബാർ സഭയുടെയും ഐതിഹാസികമായ ജൈത്രയാത്രയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ചരിത്രം ഓർമ്മകളുടെ കൂടാരമാണ്. പഴമകളെ ഓർത്ത് ആത്മാഭിമാനം തൂകാനും അവയിൽ നിന്ന് പുത്തൻ ഊർജം ഉൾക്കൊണ്ട് ആവേശത്തോടെ മുന്നോട്ട് കുതിക്കാനും ചരിത്രബോധം നമ്മെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു ചരിത്രമല്ല, ഒരു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ ഇതിഹാസമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൻ്റെ മണൽപ്പരപ്പിൽ ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ വന്നിറങ്ങിയ ആ ധന്യനിമിഷം. അവിടെ തുടങ്ങുന്നു ഭാരതത്തിൻ്റെ നസ്രാണി വസന്തം. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയെത്തിയതല്ല മാർത്തോമാ ശ്ലീഹ, മറിച്ച് ക്രിസ്തുവിൻ്റെ സുഗന്ധം ഈ മണ്ണിൽ പടർത്താനും പരത്താനും നിയോഗിക്കപ്പെട്ടവനായിരുന്നു മാർത്തോമാ ശ്ലീഹ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആദിമ വിശ്വാസ പ്രഖ്യാപനം സഹ്യപർവ്വത നിരകളിൽ മാറ്റൊലി കൊണ്ടപ്പോൾ പിറവിയെടുത്തത് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സാംസ്കാരിക സമന്വയമാണ്. അതെ, അതാണ് നമ്മുടെ സ്വന്തം സീറോ മലബാർ സഭ. അധിനിവേശങ്ങളുടെ കൊടുങ്കാറ്റുകളിൽ ഉലയാതെ സ്വത്വബോധത്തിൻ്റെ കനലുകളിൽ ഊതിക്കത്തിച്ച് മുന്നേറിയ സഭ സീറോ മലബാർ സഭ. റോമിലെ പരിശുദ്ധ സിംഹാസനത്തോടുള്ള കൂറും വിശ്വസ്തതയും പുലർത്തി പൗരസ്ത്യ പാരമ്പര്യങ്ങളുള്ള അധിനിവേശവും ആത്മാർത്ഥതയും നെഞ്ചിലേറ്റിയ പാരമ്പര്യം. പോരാട്ടങ്ങളുടെ കനൽ വഴികളിലൂടെ നീങ്ങിയ നമ്മുടെ പിതാക്കന്മാർ കാത്തുസൂക്ഷിച്ചത് വെറുമൊരു മതത്തെ മാത്രമല്ല, മറിച്ച് മാർഗമെന്ന ജീവിതചര്യയാണ്. അതെ, തോമ്മായുടെ മാർഗം. തോമാ ശ്ലീഹ വഴിതെളിച്ച വിശ്വാസ ജീവിതത്തിൻ്റെ അണയാത്ത മാർഗം. അതിപുരാതനമായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ പുണ്യഭൂമികയിൽ നാം ഒത്തുചേരുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രഗതി മാറ്റിയെഴുതിയ നമ്മുടെ നസ്രാണി കരുത്തിനെ ചാരിതാർത്ഥ്യത്തോടെ അനുസ്മരിക്കാം. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നും ആധുനികതയുടെ വൻകരകളിലേക്കുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഐതിഹാസികമായ ജൈത്രയാത്ര നമ്മുടെ എല്ലാം അഭിമാനത്തിൻ്റെ ചരിത്രരേഖയാണ്.